ഹലോ ഗൈസ്, കല്യാണ വിശേഷങ്ങൾ. എൻ്റെ കല്യാണത്തിന് കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റത്തെ കാര്യം, തലേ ദിവസം തന്നെ ഞാനേ ശ്രുതിസായുടെ മേക്കപ്പ് വേണം പറഞ്ഞിട്ട് ശ്രുതിസായുടെ മേക്കപ്പ് ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അപ്പം ഞാൻ ശ്രുതിസായി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ വരുന്നാണ് വിചാരിച്ചത്. അന്നേ എന്നെ അപ്പം ഞാൻ വിചാരിച്ചു കാശ് ലാഭിക്കാൻ വേണ്ടിയിട്ട് ടാക്സി വിളിക്കണ്ട, വീട്ടിൽ നിന്ന് വണ്ടി വിടാൻ വിചാരിച്ചു. വണ്ടി വിട്ടു, എൻ്റെ 2 ഫ്രണ്ട്സിനെയും വിട്ടു. അപ്പോഴേ അവരൊക്കെ പറഞ്ഞതായിരുന്നു എറണാകുളത്ത് നിന്നാകുമ്പോൾ ചിലപ്പോൾ വരും. സോറി, അങ്ങനെ പറഞ്ഞതല്ല ഗൈസ്. എന്നിട്ട് എന്നെ കുറേ കളിയാക്കിയായിരുന്നു. ഞാൻ അങ്ങനെയൊന്നും അല്ല വരിക എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് 2 ബോയ്സ് വന്നു. ഞാൻ വിചാരിച്ചു ഈശ്വര ഇനി ശരിക്കും അങ്ങനെയാണോ? ഭാഗ്യത്തിന് അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. നല്ല 2 മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവന്മാര് പോയ 2 പേരും അവിടെ ചെന്ന് കാറ് പാർക്ക് ചെയ്തത്, അവരുടെ ഫ്ലാറ്റിന്റെ താഴെ കാറ് പാർക്ക് ചെയ്തപ്പോ ഒരു മാങ്ങ വന്ന് അച്ഛൻ്റെ കാറ് മേലെ വീണു ഗൈസ്. കാറിന്റെ ചില്ല് പൊട്ടി. അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഒരു മാങ്ങ വീണ ഇങ്ങനെ പൊട്ടുമെന്നുള്ളത്. പക്ഷെ കാർ സ്ട്രോങ് ആണ്, ഫുള്ള് പൊടിഞ്ഞു പോയില്ല, ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുള്ളൂ. അച്ഛൻ എന്നിട്ട് കാശൊക്കെ കൊടുത്തു. പക്ഷെ അച്ഛൻ ചില്ലൊന്നും മാറ്റിയിട്ടില്ല, ഓർമ്മയ്ക്കായിട്ട് വെച്ചേക്ക. കാശ് വീശി, ഒന്നും നോക്കിയില്ല, കാശ് വീശി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കല്യാണം. ഞാൻ 1 മണിക്ക് തൊട്ട് വരെ വിളിക്കുന്നത് എത്താനായോ തൊട്ടി. എനിക്ക് ഫുള്ള് ടെൻഷനായിരുന്നു. അത് കഴിഞ്ഞ് ഇവരെത്തി മേക്കപ്പ് 6 മണിക്ക് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ചെക്കൻ പറഞ്ഞേ അന്നാണ് മെയ് 1-ാം തീയതി ഞങ്ങളുടെ ഇവിടെ റോഡ് പൊളിക്കൽ, എല്ലാ വഴികളും ബ്ലോക്ക്. ചെക്കനും 10 മണിക്ക് കല്യാണം, 10:30-ക്കായിരുന്നു മുഹൂർത്തം. പക്ഷെ 10 മണിക്ക് കല്യാണം വെച്ചു, വേഗം ഇതാക്കാൻ വേണ്ടിയിട്ട്, പരിപാടികളൊക്കെ വേഗം തീർക്കാം എന്നുള്ള ഒരു മൈൻഡിൽ വെച്ചതാണ് ഗൈസ്. പക്ഷേ അതും പാളി, റോഡ് പണി മൂഞ്ചിപ്പോയി ഗൈസ്. അവരെത്തി ഇപ്പോൾ 10:30 കഴിഞ്ഞു. 10:30-ക്ക് മുഹൂർത്തത്തിന് അതിൽ തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഹോളിലെത്തി. പിന്നെ തിക്കും തിരക്കും ബഹളവും. പകുതി പേർക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല, പകുതി പേര് ഞാൻ കഴിക്കുമെന്ന് തന്നെ ഫുഡ് കഴിക്കാൻ പറ്റുമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു ഗൈസ്. പക്ഷേ എനിക്ക് ഒന്നിൻ്റെ ടേസ്റ്റ് ഓർമ്മയില്ല. 2 പാലട പായസം കുടിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷെ കുടിക്കാൻ പറ്റിയില്ല. അതിലെനിക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ട്. അതേമാതിരി തലേ ദിവസം തൊട്ട് എന്ത് പറഞ്ഞാലും ഞാൻ കരയായിരുന്നു. അന്നത്തെ ദിവസം ഞാൻ തിരക്കിൻ്റെ ഇടയ്ക്ക് കരയാൻ മറന്നു. കുറച്ച് കഴിഞ്ഞ് ഇറങ്ങണ നേരത്തെ ഫോട്ടോഗ്രാഫർ ചോദിക്കണേ, അയ്യോ ഇത് കരച്ചിലൊന്നുമില്ല. അപ്പോഴാണ് ഗൈസ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ കരഞ്ഞില്ലല്ലോ എന്ന്. പിന്നെ അധികം നോക്കാൻ നിന്നില്ല, പൊട്ടിക്കരഞ്ഞു. പിന്നെ പോണ വഴിക്ക് ഛർദിക്കല് എന്തൊക്കെയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ എത്തി ഗൈസ്. പിന്നെ അവിടുത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് ചെയ്യുന്നത് പോലും എനിക്ക് ഓർമ്മയില്ല, കാരണം ഞാൻ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. ഫസ്റ്റ് ഞാൻ അവിടെ എത്തിയ അപ്പം തന്നെ ഞാൻ ചോദിച്ചു, എനിക്ക് കുറച്ച് ചോറ് തരും, എനിക്ക് വിശന്നിട്ട് വയ്യ. ലാസ്റ്റ് അവര് പറഞ്ഞു, അയ്യോ ചോറിൽ വെള്ളം ഒഴിച്ച് മോളെ, ചോറില്ല. അപ്പം ഞാൻ സാരില്ല, എനിക്ക് ആ ചോറ് മതി, എനിക്ക് വിശന്നിട്ട് എനിക്ക് ഇത്തിരി ചോറ് കഴിക്കണം. ലാസ്റ്റ് അവർ ചോറും തലേ ദിവസത്തെ ചിക്കൻ കറിയും. എൻ്റെ ഫസ്റ്റ് അവിടുത്തെ ഫുഡ് അതായിരുന്നു. സൂപ്പറായിരുന്നു ഗൈസ്. ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ റിസപ്ഷൻ പരിപാടികൾ, ഇതിനൊക്കെ ഞാൻ ചിരിച്ച് നിൽക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ ചിരിച്ച് നിൽക്കുന്നതാണ്. എൻ്റെ ആക്ഷൻ മാത്രമുള്ള ഗൈസ്, എൻ്റെ തല വേദനിച്ചിട്ട് വയ്യ. അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും എല്ലാവരും ഒരേ ടെൻഷനിലായിരുന്നു. ലാസ്റ്റ് ഫോട്ടോ എടുക്കൽ, എല്ലാ പരിപാടികളും കഴിഞ്ഞ് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം കഴിഞ്ഞ് പോയാൽ മതി എന്നായി. എല്ലാവർക്കും ഇതേ അനുഭവം തന്നെയായിരിക്കും. കല്യാണത്തിൻ്റെ അന്ന് സമയം പോണതോ വരുന്നതോ ഒന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. കഴിഞ്ഞ് പോണത് നമുക്ക് അന്നത്തെ ദിവസം കഴിയുന്നത് പോലും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. പിറ്റേ ദിവസം നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. പിറ്റേ ദിവസമാണെങ്കിൽ നേരത്തെ എണിക്കേണ്ടി വരും, അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഈ പരിപാടികളൊക്കെ ഓരോ ദിവസം മാറ്റി വെക്കണം. 2 ദിവസം കഴിഞ്ഞിട്ട് നേരത്തെ കിടക്കാനൊന്നും പറ്റില്ല ഗൈസ്. ഇവിടെ ഓരോരുത്തരും എന്നെ കമൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ വിശേഷങ്ങളായിട്ട് അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഈ ചുറ്റിക്കുമ്പോഴൊക്കെ എൻ്റെ തല കറങ്ങുന്നുണ്ട് ഗൈസ്. അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞു ഗൈസ്. ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നു. അങ്ങനെ താങ്ക് യു. സൈനിങ് ഓഫ്. അളകനന്ദ.